ഒരു ഉച്ച സമയത്ത് പിന്നെ നമ്മളെ വീടിന്റെ നാലുറൊക്കെ റബ്ബറാണ്. ഉഷറാത്ത കണ്ടിക്കണിപ്പോ ഞാൻ താമസിക്കുന്ന വീട് അതിന്റെ അപ്പുറത്തെ റബ്ബറാണ്. ആ റബ്ബറിൽ ഒരു ആളിങ്ങനെ ഒരു ബംഗാളി, അപ്പൊ ഇമ്മ ഉണ്ടായിരുന്നു ഇവിടെ. ഞാനിന്ന് ഉച്ചക്കാണ് വന്നത്. അതിന്റെ മുമ്പ് ഉമ്മി അനിയത്തിയ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവന് ആദ്യം വന്നിട്ട് ചുരിദാർ വേണോ, പിന്നെ ചുരിദാറുണ്ട്, നല്ല ചുരിദാറുണ്ട് വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മ ഞാൻ ചുരിദാറൊന്നും ഇടൂല, എനിക്ക് ചുരിദാറൊന്നും വേണ്ട, അജ് പോയിക്കാന്നിട്ട് ഉമ്മ അങ്ങനെ പറഞ്ഞയച്ചു. അപ്പോൾ ഓനെ അപ്പുറത്ത് പോയി ഇങ്ങോട്ട് റബ്ബർ തോട്ടത്തിൽ ഒരു മണിക്കൂറോളം കുത്തിരിക്കും ഫോൺ ചെയ്യൊക്കെ ചെയ്തിരിക്കണം. അതായത് 1 മണി ടൈമാണ്, 1-1:30 ടൈമാണ്. അപ്പോൾ അനിയത്തി ഇങ്ങനെ പറഞ്ഞത്ര അത് നടന്ന് ചടച്ചിട്ട് ഇരിക്കുകയായിരിക്കുന്നു. ഈ ടൈമിനാണ്, ഈ 1:30 മണി ടൈമിനാണ് ഞാൻ വരികയും ചെയ്യുന്നത്. അപ്പം എൻ്റെ കൂട്ടുകാരത്തിൻ്റെ തറവാട്ടിൽ അവിടെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ബാഗും തുണികളായിട്ടൊക്കെ നടന്ന് ഇങ്ങനെ പെരേക്ക് വരിക. അപ്പോൾ ഒരു വെള്ള മാരുതി വാനിൽ 2 പെണ്ണുങ്ങളും ഉണ്ട്, ഒരു ചങ്ങായി വണ്ടി ഓടിക്കണുണ്ട്. അപ്പം നമുക്ക് ഇത് ഇവിടെ ഇരിക്കണതും ഇതിൻ്റെ അപ്പുറത്ത് പോയിട്ട് വേറൊരു ചങ്ങായി ഇങ്ങനെ ചെയ്തതൊന്നും നമുക്കറിയില്ല. അപ്പം ഈ റോഡിൻ്റെ അങ്ങേ പൊളിയിൽ ബുഷറാത്തൊക്കെ വന്നിട്ട്, ബുഷറാത്താക്ക് മനസ്സിലാവും ബുഷറാത്ത ഇവിടെ വന്നിട്ട് വണ്ടി ജീപ്പ് നിർത്തിയ ഒരു വീടിൻ്റെ മുറ്റത്താണ്. ആ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ 2 കുട്ടികളുണ്ട്, പെൺകുട്ടികൾ. ഒരു 4 വയസ്സായൊരു കുട്ടിയും 2 വയസ്സായൊരു കുട്ടി, അതിൻ്റെ ഉമ്മി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ റബ്ബറിൽ ഇരിക്കണ ചങ്ങായിൻ്റെ കൂട്ടുകാരന് ആ പെരയിൽ പോയിട്ട് ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ കുട്ടീനെ കയ്യിൽ പിടിച്ചിങ്ങാട്ട് കത്തി കാണിച്ചു കൊടുത്തിട്ട് കുട്ടിനോട് പറഞ്ഞുകൊടു മുണ്ടി പോയാൽ കഴുത്തറുക്കും, പിന്നെ വണ്ടി വരുന്നുണ്ട്, ആ വണ്ടിയിൽ കയറണം എന്ന്. അപ്പോഴത്തേന് ഈ കുട്ടീൻ്റെ അമ്മ പുറത്തിറങ്ങിയിട്ട് തിരക്ക് കൂടിക്കുക. അതേ ടൈം ആയപ്പോഴത്തേന് ഞാനും ഈ മാരുതി വേനും ഒപ്പാണ് ഇവിടേക്ക് ഈ വീടിൻ്റെ ഉമ്മറത്തേക്ക് എത്തണേ. ഞാനപ്പോൾ ഈ വാന് ശ്രദ്ധിച്ചില്ല. ഈ ഒരു പെണ്ണായിന്ന് ഇറങ്ങിങ്ങാട്ട് ഈ കുട്ടിനെ ഇതാക്കിയ ചെങ്ങായിൻ്റെ ആ വീട്ടിലേക്ക് ചെന്നിട്ട് തിരിച്ചപ്പം തന്നെ വന്നിട്ട് ഈ വാനിൽ കയറിയിട്ട് പറഞ്ഞു അവിടെ ഭയങ്കര പ്രശ്നമാണ്, വിട്ടോ പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേന് ഡ്രൈവർ വണ്ടി തിരിച്ചു പോയി. ഈ ചങ്ങായി കത്തി കാണിച്ച ചങ്ങായി മണ്ടി. ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാവരും പള്ളിക്ക് പോയ ടൈമാണ്. ഈ ചങ്ങായി മണ്ടി. പക്ഷെ ഈ റബ്ബറിലിരുന്ന ചങ്ങായിനെ അപ്പളത്തിന് ആൺകുട്ടികൾ പള്ളി തിരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കൂക്കി ആർത്തപ്പോഴത്തേന് ഞങ്ങൾ ഇവിടെ റബ്ബറിലൊരാളിരുന്നിന്ന് പറഞ്ഞില്ലേ, ആ ആളെ പിടിച്ചിട്ടുണ്ട്. ആളെ പിടിച്ചിട്ട് ഈ ആള് ഞാൻ എൻ്റെ കൂട്ടുകാരൻ ബാക്കിയുള്ള ആൾക്കാർ വന്നിട്ടേ വിടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നല്ലോണം പെരുമാറിയിട്ട് ഇവിടെ പള്ളിക്കുന്ന് സെൻറ്ററിലുണ്ട്. ഏട്ടത്തി അനിയത്തി നാത്തൂമാരെ നമ്മളെ മക്കളൊക്കെ അള്ളാഹു കാക്കട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചോളുണ്ടു. ഒരല്പസമയം പേച്ചാ കുട്ടീൻ്റെ അമ്മ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ആ കുട്ടി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ കുട്ടിമാരി തന്നെ അല്ലേ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുട്ടി പോലെ കരുതി കൂട്ടി 2 പെണ്ണുങ്ങളും 3 ആണുങ്ങളും അത്ര. ഇപ്പം പിടിച്ചോൻ പറഞ്ഞു 3 ആണും 2 പെണ്ണുമാണ്. അപ്പോൾ ഒന്നാ ഡ്രൈവറും, ഒന്ന് ഈ കത്തി കാണിച്ച ആളും, ഒന്ന് ഈ ഞങ്ങൾ ഇവിടെ പിടിച്ചു വെച്ച ആളും. അപ്പോൾ ഇവന് ഈ കുട്ടീനെ കിട്ടും, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിക്കൂടി എന്ന് പറഞ്ഞപ്പോഴത്തേന് വണ്ടി വന്നു. ആ വണ്ടി ഈ വീടിൻ്റെ മുമ്പിൽ എത്തിയപ്പോഴത്തേന് ഈ കുട്ടീൻ്റെ അമ്മ പുറത്തിറങ്ങി. ആളും പാളും കൂടിയപ്പോഴത്തേന് ഓനൊരു വൈക്ക് കൂടി വണ്ടി ഒരു വൈക്ക് കൂടി തിരിച്ചു വിട്ടു. പക്ഷെ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് റബ്ബറിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് എന്ന് വീട്ടുകാരൊക്കെ കണ്ടപ്പോൾ ഓനെ ചുറ്റുവട്ടത്തിട്ട് പിടിച്ചു. അപ്പോൾ ഇവർ കള്ളന്മാർ, 5 കള്ളനല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ കച്ചവടക്കാരാണ് പറഞ്ഞു. അപ്പം ഈ കള്ളനല്ല, അങ്ങനെ വന്ന ആളല്ലെങ്കിൽ എൻ്റെ ഒപ്പമുള്ള വീട്ടുകാരെ, എൻ്റെ ഒപ്പമുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തുകയെന്ന് പറഞ്ഞു. ഓൻ്റെ ഒപ്പമുള്ള ആൾക്കാർ വന്നാൽ ഓനെ വിടാന്ന് പറഞ്ഞു. ഓനെ പോലീസിന് കൊടുത്തിട്ടില്ല, ഓൻ്റെ ഒപ്പമുള്ള ആൾക്കാർ ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ ഓൻ്റെ ഫോണിൽ നിന്ന് ഈ കുട്ടിക്ക് കത്തി കാണിച്ചു കൊടുത്ത ചെങ്ങായിൻ്റെ ഫോട്ടോ കുട്ടിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ കുട്ടി പറഞ്ഞു ഈ ചെങ്ങായിയാണ് കത്തി കാണിച്ചു തന്നത്. അപ്പോൾ ഓൻ പറഞ്ഞു ഓനിൻ്റെ കൂടെ ഉണ്ട് എന്ന്. അടി കിട്ടിയപ്പോൾ പക്ഷെ ഒന്നും തീരുമാനമായിട്ട് ബാക്കി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, സ്കൂളൊക്കെ പൂട്ടിയ ടൈമാണ്. മറ്റേതിപ്പോൾ കുട്ടികൾ സ്കൂളിൽ വണ്ടിയിലൊക്കെ പോകുക കാരണം പിന്നെ എല്ലാ സ്കൂളുകളിലും സർക്കാർ സ്കൂളാണെങ്കിൽ പോലും ഇപ്പോൾ ഗേറ്റ് അടവും ഒരാളെ പ്രവേശനമില്ലായ്മയൊക്കെ ഇവിടെ ഞങ്ങളുടെ നാട്ടിലുണ്ട്. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.